അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയാണ്, ഇൻ കാനത് ഇല്ലാ സൈഹതൻ വാഹിദ ഫഇദാ ഹും ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ. ഇൻ കാനത്, അത് അല്ല, ഇല്ലാ സൈഹതൻ വാഹിദത്തൻ, ഒരൊറ്റ സൈഹത്തല്ലാതെ. സൈഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വന്നില്ലേ സൈഹത്ത്? സാഹ എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കി. സൈഹത്തൻ വാഹിദത്തൻ, ഒരൊറ്റ സൈഹത്ത്, ഘോര ശബ്ദം അല്ലെങ്കിൽ ഒറ്റ ഗർജനം എന്നൊക്കെ പറയാം. സൈഹത്തൻ വാഹിദത്തൻ. ഒരു ചരിത്രമുണ്ട്, ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ ഏറെ പ്രയാസകരമായി വായിച്ച ഒരു ചരിത്രമാണ്. അതിൽ കാണാം, ഫസാഹ അബൂ ഉസ്മാനു സൈഹതൻ തുശബ്ബഹു ബിഹാ സൈഹത ഉമർ എന്ന് പറഞ്ഞൊരു പ്രയോഗം. വിഷയം, ഈ അബൂ ഉസ്മാൻ നഹ്ദി ഒരൊച്ച ഉണ്ടാക്കിയതാണ്. ഉമറിൻ്റെ ഒച്ച പോലെയാണ് ആ ഒച്ച എന്നാണ്. ഉമറിൻ്റെ സൈഹത്ത് പോലുള്ള സൈഹ അബൂ ഉസ്മാൻ നഹ്ദി പുറപ്പെടുവിച്ചു എന്നാണ് അതിൽ പറയുന്നത്. എൻ്റെ വിഷയം, ഈ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഒരു അപവാദ പ്രചരണം വന്നു. മുഗീറ ഇബ്നു ശുഅബ ഇറാഖിൻ്റെ ഒക്കെ ഗവർണറായിരുന്നു. അപ്പോൾ മുഗീറ ഇറാഖിൻ്റെ ഗവർണറായിരിക്കെ മുഗീറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് ഒരു അപവാദ പ്രചരണം വന്നു. അപ്പോൾ ആ പ്രചരണത്തിൽ അബൂബക്കറ റളിയല്ലാഹു അൻഹു ഉണ്ട്. അബൂബക്കർ അല്ല, അബൂബക്കറ റളിയല്ലാഹു അൻഹു ഉണ്ട്. പിന്നെ അതിൽ നാഫി അബൂ അബ്ദില്ല, ഷിബിൽ ഇബ്നു മഅബദ്, പിന്നെ വേറൊരു ആളും കൂടിയുണ്ട്, സിയാദ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തിയുണ്ട്. 4 പേർ. അപ്പോൾ അബൂബക്കറ, മുഗീറ, ഈ അന്ന് ഖലീഫന്മാർ, അമീർമാർ, അവരാണ് നിസ്കാരത്തിന് ഇമാം വെക്കുക. അപ്പോൾ മുഗീറ നിസ്കാരത്തിന് ഇമാം വെക്കാൻ വേണ്ടി വന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു തനഹ അന്ന, ഇമാം വെക്കണ്ട, മാറിക്കാൻ പറഞ്ഞു. ഞങ്ങൾ നിങ്ങളെ പിന്നിൽ നിസ്കരിക്കൂല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഈ ഒരു അപവാദം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ. മുഗീറത്ത് ഇബ്നു ശുഅബ സഹാബിയാണ്. അപ്പോൾ മുഗീറ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഈ വിവരം വേഗം അമീറുൽ മുഅ്മിനീൻ ഉമറിനെ അറിയിച്ച്, ഉമറിൻ്റെ അടുക്കലേക്ക് ആളുകളെ ഇവരെത്തിക്കുകയും ചെയ്ത്. കാരണം ആളുകൾ മുഗീറിൻ്റെ പിന്നിൽ നിസ്കരിക്കാൻ കൂട്ടാക്കണില്ല, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ മുഗീറിനെ ഉമർ വിളിപ്പിച്ച്, പിന്നെ ഇവരെയും വിളിപ്പിച്ച്, അബൂബക്കറ, ഷിബിൽ ഇബ്നു മഅബദ്, നാഫി അബൂ അബ്ദില്ല, സിയാദ്, 4 ആളെയും വിളിപ്പിച്ചു. ആളുകളൊക്കെ കൂടി. പിന്നെ അബൂബക്കറയോട് ചോദിച്ചു, എന്താ വിഷയം എന്ന് പറഞ്ഞു. ഇങ്ങനെ അദ്ദേഹം തെറ്റുകാരനാണ്, ഞങ്ങളെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് അബൂബക്കറയാണ് പറയുന്നത്, അബൂബക്കർ അല്ല കേട്ടോ, അബൂബക്കറ. അദ്ദേഹം പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചാണ്, സഹാബിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ വിഷയം? ഇനി 4 ആൾ സാക്ഷി പറയണം. മുഗീറ വിവാഹിതനാണ്, മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു. അപ്പോൾ എന്താ വിഷയം? ഈ 4 പേരുടെ സാക്ഷി ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ മുഗീറയിൽ ശിക്ഷ നടപ്പിലാക്കണം. എന്താ ശിക്ഷ? എറിഞ്ഞു കൊല്ലലാണ്. അപ്പോൾ ഉമർ എന്ത് ചെയ്യാണ്? മുഗീറയെ നിർത്തി. മുഗീറ സമ്മതിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ സാക്ഷ്യം വഹിച്ചിട്ട് എന്ത് ചെയ്യണം? പിന്നെ അത് സ്ഥിരീകരിക്കണം. അപ്പോൾ അബൂബക്കറെ വിളിച്ച് ആദ്യം മുഗീറ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞ്, ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിന് സാക്ഷിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സാക്ഷ്യം വഹിച്ചു, പിന്മാറി. പിന്നെ അടുത്തത് ഷിബിലിനെ വിളിച്ചു. ഷിബിൽ ഇബ്നു മഅബദ് വന്നിട്ട് അദ്ദേഹം പറഞ്ഞ്, മുഗീറ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സാക്ഷിയാണ്. 2ാമത്തെ സാക്ഷിയായി. 3ാമത്തെ സാക്ഷി വന്നു, ആര്? നാഫി അബൂ അബ്ദില്ല വന്നു. നാഫിയും പറഞ്ഞു, മുഗീറ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ സാക്ഷിയാണ് പറഞ്ഞിട്ട് സാക്ഷ്യം വഹിച്ചു. ഇനി സിയാദാണ്. ആ സിയാദ് കൂടി സാക്ഷ്യം വഹിച്ചാൽ പിന്നെ മുഗീറൻ്റെ ജീവിതം ഖലാസ്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ 3 സാക്ഷ്യം 3 പേർ വഹിച്ചതോട് കൂടിയിട്ട് ഉമർ ഭയങ്കര പ്രയാസത്തിലായി. മുഗീറയെ കാണുമ്പം മുഗീറയും ഉമറും ഈ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്താ അവരുടെ ഇന്നലകളിലേക്ക് അവർ കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ആ ഇന്നലകളെ മുഴുവൻ ഇവിടെ അവസാനിക്കുകയാണ് ഈ ഒരു സാക്ഷ്യത്തോട് കൂടിയിട്ട്. അതിൽ സിയാദ് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഉമർ പറയുന്നു, ഉമർ ഒച്ചയിലാണ്, ഒച്ചയിൽ യാ സൽഖൽ ഇഖാബ്,
യാസൽ ഖൽ ഇഖാബ് മാദാ ഇൻദക യാസൽ ഖൽ ഇഖാബ്. അതാണ് ഉമർ പറഞ്ഞത് ഒച്ചത്തിൽ. മാദാ ഇൻദക യാസൽ ഖൽ ഇഖാബ്. അതൊരു സൽഖൽ ഇഖാബ് എന്നുള്ളതൊരു പ്രയോഗമാണ്. ഞാൻ അതിൻ്റെ അർത്ഥം തന്നിട്ട് കണ്ടില്ല, പക്ഷെ അതൊരു പിന്നെ ഒരു പ്രയോഗമാണ്. നിൻ്റെ അടുത്ത് എന്താണുള്ളത് എന്ന് സിയാദിനോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞ് പിന്നെ നീ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇവർ മുഗീറ തെറ്റ് ചെയ്തത് നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കാരണം അതും കൂടി സാക്ഷ്യം കൃത്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ മുഗീറ അറിയപ്പെടും. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ആര് ഈ പിന്നെ സിയാദ് പറയാണ്, റഅയ്തു മന്ദറൻ ഖബീഹൻ വമജ്ലിസൻ സയ്യിഅൻ. റഅയ്തു മന്ദറൻ ഖബീഹൻ, മോശമായൊരു കാഴ്ച ഞാൻ കണ്ടു. വമജ്ലിസൻ സയ്യിഅൻ, ഒരു മോശമായ മജ്ലിസ് അത് ഞാൻ കണ്ടു. അത്രേ ഇദ്ദേഹം പറഞ്ഞോളൂ. അപ്പോൾ ഉമർ ചോദിച്ചു, ഹൽ റഅയ്തൽ മിർബദ് ദഖല ഫിൽ മുക്ഹുല. പിന്നെ ഈ മുക്ഹുല എന്ന് പറഞ്ഞാൽ എന്തായാലും പറയാം, സുർമ കുപ്പി. സുർമ കുപ്പിയിലേക്ക് സുർമക്കോല് പ്രവേശിക്കുന്നത് നീ കണ്ടോ എന്ന് ചോദിച്ച്. അതായത് തെറ്റ് ചെയ്യുന്നത് അവിധം കണ്ടോ എന്നാണ് ചോദിച്ചത്. ഹൽ റഅയ്തൽ മിദ്വറ ദഖലത് ഫിൽ മുക്ഹുല, അങ്ങനെ കണ്ടോ എന്ന് ചോദിച്ചു. അല്ല, അതേ പറഞ്ഞില്ല, അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കണ്ടത് എന്താണ്? മന്ദറൻ ഖബീഹൻ വമജ്ലിസൻ സയ്യിഅൻ. അത് അദ്ദേഹം പറഞ്ഞതോടുകൂടി ഉമർ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഉമർ ഒറ്റ ചാട്ടാണ് ഒച്ച വെച്ചിട്ട്. കാരണം എന്താ? അദ്ദേഹം മുഗീറ ചെയ്തതെന്ന് കണ്ടിട്ടില്ല. പിന്നെ ഒരു സദസ്സിനെ കുറിച്ചുള്ള തെറ്റായ ഒരു ധാരണയാണ്, മോശം സദസ്സായിരുന്ന ധാരണയാണ്. ഈ വ്യഭിചാരാരോപണം നടത്തണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കണം? ശരിക്കും ഒരാൾ ഒരു സ്ത്രീയെ പ്രാപിക്കുന്നത് കണ്ടിരിക്കണം. അതില്ലെങ്കിൽ ഇത് മിണ്ടാൻ പാടില്ല. കാരണം അത് ഭയങ്കര തെറ്റാണ്. കാരണം അത് ഒരാളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഒരു കുടുംബത്തെയും ഒരു പിന്മുറക്കാരെയും ഒക്കെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ നന്നായി തെളിഞ്ഞിട്ടുണ്ടെങ്കിലല്ല അത് പറയാൻ പാടുള്ളതല്ല, അത് നാലാൾ ഒരുപോലെ പറയും വേണം. അതോടുകൂടി ഉമർ എന്ത് ചെയ്തു? ഉമർ ചാടി അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ നാലാളി, അബൂബക്കറെ അടക്കം നാലാളി 80 അടി അടിക്കാൻ പറഞ്ഞു. അവർക്ക് 80 അടി എടുത്ത് അവരെ ശിക്ഷിച്ചു. മുഗീറയെ വെറുതെ വിടുകയുണ്ടായി എന്നുള്ളതാണ് ചരിത്രം. അവിടെ ആ ഉമർ മാദാ ഇൻദക യാസൽ ഖൽ ഇഖാബ് എന്ന് പറഞ്ഞിട്ട് ഒച്ച വെച്ചിട്ടുണ്ടല്ലോ, ആ ഒച്ച വെച്ചതിനെ കുറിച്ചിട്ട് പറയാണ്, അതേപോലെ ഫസാഹ അബൂ ഉസ്മാൻ സൈഹതൻ തുശബ്ബഹു ബിഹാ സൈഹത ഉമർ. ഉമറിൻ്റെ ആ അട്ടഹാസം പോലെ അബൂ ഉസ്മാനും അട്ടഹസിച്ചു എന്ന്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ആ പ്രയോഗം. അബൂ ഉസ്മാൻ എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ഇബ്നു മുൽ എന്ന് പറയും. അദ്ദേഹം താബിഈ പണ്ഡിതന്മാരിൽപ്പെട്ടാണ്, താബിഈങ്ങളിൽപ്പെട്ടാണ്. പക്ഷേ ഉമർ ആ അട്ടഹസിച്ചതിനെ കുറിച്ചാണ് സൈഹത്തൻ, അതേപോലെ അബൂ ഉസ്മാനും അട്ടഹസിച്ചു എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഞാൻ ആ ഈ സൈഹത്ത് വന്നപ്പോൾ ആ ചരിത്രം ഓർത്തത് പറയാണ്. മനസ്സിലായല്ലോ? ഒരു വലിയ ചരിത്രമാണത്. ഉമറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ, ഉമറിനെ ഏറെ പ്രയാസപ്പെടുത്തിയ ഒരു രംഗാണത്. കാരണം ഒരു വ്യക്തി, അതും പിന്നെ ഒരു സാധാരണക്കാരനല്ല, മുഗീറത്ത് ബിൻ ശുഅബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തി കല്ലെറിയപ്പെടുക, അദ്ദേഹത്തെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു വിഷയം. അൽഹംദുലില്ലാഹ് അലാ കുല്ലിൻ. പിന്നെ ഇൻകാനത്ത് ഇല്ലാ സൈഹതൻ വാഹിദ, ഒരൊറ്റ അട്ടഹാസം അല്ലാതെയല്ല. ഫഇദാഹും ജമീഉൻ ലദൈനാ മുഹ്ദറൂൻ. എന്താ ഇവിടെയും അതാ ആ സൈഹത്തോടു കൂടി അതോടുകൂടി ഇതാ ഉടൻ ഇദാൽ ഫുജാഇ എന്നറിയും. ഉടൻ ഹും അവർ ജമീഉൻ എല്ലാവരും ലദൈന നമ്മുടെ അടുക്കൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ് ലദൈന നമ്മുടെ അടുക്കൽ മുഹ്ദറൂൻ. എന്താ മുഹ്ദറൂൻ? ഹാജരാക്കപ്പെടും. ഉടലോടുകൂടി എല്ലാവരും ഹാജരാക്കപ്പെടും, ആരും ഒഴിഞ്ഞു പോകില്ല. ആ ഒരൊറ്റ ഘോര ശബ്ദത്തിൽ കണ്ടാ, ഈ രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ് പറയുന്നത്. കാഹളത്തിൽ ഇസ്രാഫീൽ ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സൈഹത്തിനെയാണ് ഉണ്ടാക്കുക, ഒരു ഘോര ശബ്ദത്തെ, ഒരൊറ്റ ഘോര ശബ്ദം. കുറേ ഒച്ചയും വിളിയൊന്നും വേണ്ട, കുറേ സമയം ഊതേണ്ട കാര്യമില്ല. പിന്നെ ഒരൊറ്റ സൈഹത്തിൽ തന്നെ ഉടനെ എല്ലാവരും, ഒന്നൊഴിയാതെ എല്ലാ മനുഷ്യരും, അള്ളാഹു പറയുന്നത് നമ്മുടെ അടുക്കൽ മുഹ്ദറൂൻ ഹാജരാക്കപ്പെടും.